ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരം അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LP UP സീരീസിൻ്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഹിസ്റ്ററി ആ ഒരു പാർട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഹാരപ്പൻ സംസ്കാരം. അതിനെപ്പറ്റി A to Z ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വേറൊരു വീഡിയോ നിങ്ങൾക്ക് നോക്കേണ്ടി വരില്ല, കാരണം അതേപോലെ A to Z ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വെങ്കല യുഗ സംസ്കാരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കുക: സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വെങ്കല യുഗ സംസ്കാരം. ഇതെല്ലാം ഈ ഒരു ഹാരപ്പൻ സംസ്കാരം തന്നെയാണ്. ഇനി 1856 മുൾട്ടാൻ ടു ലാഹോർ, ഏത് മേഖല തൊട്ട് ഏത് മേഖല വരെയാണെന്നുള്ളത്. മുൾട്ടാൻ തൊട്ട് ലാഹോർ വരെ ഒരു തീവണ്ടി പാലം പണിയാനുള്ള ശ്രമം ആരംഭിച്ചു. 1856 മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്ക് ഒരു തീവണ്ടി പാലം പണിയാൻ ആരംഭിക്കുന്നു. അവർ ചുട്ട ഇഷ്ടിക ഉപയോഗിച്ച് നല്ല ഉറപ്പുള്ള പാളം അവിടെ അങ്ങനെ പണിയുന്നുണ്ട്. ചുട്ട ഇഷ്ടിക ഓർക്കണം, ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചാണ് അവർ നല്ല ഉറപ്പുള്ള ഒരു പാളം അങ്ങനെ അവിടെ പണിയുന്നു. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നത് ജോൺ മാർഷാൽ ആയിരുന്നു. അപ്പം ഇദ്ദേഹമാണ് ഹാരപ്പൻ ആ ഒരു സിവിലൈസേഷനെ പറ്റിയിട്ട് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി. അപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. 1921 ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിനെ പറ്റിയിട്ട് ഫസ്റ്റ് കണ്ടെത്തിയത് ജോൺ മാർഷാലാണ് കണ്ടെത്തിയത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്നും ക്വസ്റ്റ്യൻ വരാം. അതും നമ്മുടെ ജോൺ മാർഷാലാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഈ ASI എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് സ്ഥാപിച്ചത് 1861 1861 ASI സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് 1861 ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അപ്പം അവിടെ നിന്ന് വേറെ ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്, ഓർത്തിരിക്കുക. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം നമ്മൾ എന്താണ് സിന്ധു നദീതട സംസ്കാരം, അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി തുടക്കം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ സ്ഥാപിതമായ വർഷം അതൊക്കെ പഠിച്ചു. ഇനി ഈ ASI സ്ഥാപിക്കുമ്പോൾ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ വൈസ്രോയി ആ ഒരു സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്, ഓർത്തിരിക്കുക. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി സിന്ധു നദീതട സംസ്കാരത്തിന് പേര് നൽകിയത് ആര്? അതും ആരാണ്? നമ്മുടെ ജോൺ മാർഷാൽ തന്നെയാണ്. ഈ പറഞ്ഞ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയ ജോൺ മാർഷാൽ തന്നെയാണ് ഇതിന് ആ ഒരു പേരും നൽകിയത്, ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം, അത് സിന്ധു നദിയുടെ തീരത്തായിരുന്നു ഇത് കണ്ടെത്തിയത്, അതുകൊണ്ടാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് പേരിട്ടത്. ഇനി ഈ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പയാണ്. ഓർത്തിരിക്കുക. ഇനി ഇത് കണ്ടെത്തിയത് ആരാന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണിത് കണ്ടെത്തിയത്. ഇനി ഈ ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം? അതെന്ന് പറയുന്നത് രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഇനി സൈന്ധവ ജനത മൃതദേഹങ്ങൾ അടക്കിയ തെളിവുകൾ ഇവിടെ കണ്ടെത്തി. മലയാളത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, കാരണം നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചിപ്പോൾ ശീലമായിരിക്കുന്നത്, അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സൈന്ധവ ജനത മൃതദേഹങ്ങൾ അടങ്ങിയ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലം ഇതാണ്. എന്നത് സൈന്ധവ ജനതകളുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 നിരകളുള്ള 6 ധാന്യപ്പുര കണ്ടെത്തിയതും ഈ പറഞ്ഞ ഹാരപ്പയിൽ നിന്നാണ്. അത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന മോഹൻജൊദാരോയിലും ഈ പറഞ്ഞ ഗ്രേറ്റ് ഗ്രാനറി
അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 2 നിരകളുള്ള ധാന്യപ്പുരയാണ് ഇവിടെ 6 ധാന്യപ്പുര. 2 നിരകളിലുള്ള 6 ധാന്യപ്പുരയാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതും എവിടെയാണ്? നമ്മുടെ ഹാരപ്പയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയാണ് ഹാരപ്പയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മുടെ എന്താണ് ഈ ഒരു സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് നമ്മുടെ ദയാറാം സാഹ്നിയാണ്. ഇനി ഈ ഹാരപ്പ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ രവി നദിയുടെ തീരത്താണ്. ഇനി സൈന്ധവ ജനതയുടെ മൃതദേഹങ്ങൾ അടക്കിയിട്ടുള്ള അവശിഷ്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ 2 നിരകളുള്ള 6 ധാന്യപ്പുരകളും ഒക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഹാരപ്പയെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതാണ് നമ്മൾ മോഹൻജൊദാരോ. അപ്പം മോഹൻജൊദാരോ എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹാരപ്പൻ നഗരവും കൂടിയാണ് ഈ മോഹൻജൊദാരോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അതെല്ലാം മോഹൻജൊദാരോനെ ഓർത്തേക്കണം. അത് മരിച്ചവരുടെ കുന്ന്, അതുപോലെ ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം. ഇനി ഇത് കണ്ടെത്തിയത് R.D. ബാനർജിയാണ്. ആരാണ് കണ്ടെത്തിയത്? R.D. ബാനർജിയാണ് കണ്ടെത്തിയത്. ഇനി ഏറ്റവും വലിയ ധാന്യപ്പുര, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർ ഓർക്കുന്നുണ്ടാകും, ഗ്രേറ്റ് ഗ്രാനറി. നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഗ്രാനറി അഥവാ ധാന്യപ്പുര, വലിയ ധാന്യപ്പുര കണ്ടെത്തിയത് ഈ പറഞ്ഞ മോഹൻജൊദാരോയിൽ നിന്നാണ്. ഇനി മോഹൻജൊദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനിലാണ്, ലാർഖാന എന്ന് പറഞ്ഞിട്ടുള്ള ജില്ലയിൽ. ഏത് രാജ്യത്താണെന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനാണെന്നുള്ളത് ഓർത്തിരിക്കുക. മോഹൻജൊദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇനി വെള്ളപ്പൊക്കത്താൽ നശിച്ചുപോയ ഏരിയ, ഇതെന്ന് പറയുന്നത് എന്താ? ഒരു വെള്ളപ്പൊക്കം കൊണ്ടിട്ടാണ് ഈ ഒരു ഏരിയ നശിച്ചു പോയെന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രേറ്റ് ഗ്രാനറി, അതേപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്. അതും നമ്മൾ സോഷ്യൽ ടെക്സ്റ്റിലൊക്കെ പാഠം സഹിതം നമ്മൾ കൊച്ചിലേക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രേറ്റ് ബാത്ത് അതായത് മഹാസ്നാനഘട്ടം, അതും ഈ പറഞ്ഞ മോഹൻജൊദാരോയിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഗ്രേറ്റ് ഗ്രാനറിയും ഗ്രേറ്റ് ബാത്തും മോഹൻജൊദാരോയാണ്. ഇനി പശുപതി, മഹാദേവൻ്റെ രൂപം, അതായത് ഇവർ ആരാധന ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ ആൺദൈവം എന്ന് പറയുന്നത് പശുപതി, മഹാദേവൻ്റെ രൂപസങ്കല്പമാണ്. അപ്പോൾ അതിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് അസംബ്ലി ഹോൾ. അതുപോലെ തന്നെ അസംബ്ലി ഹോള്, വലിയ ധാന്യപ്പുര, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപം, പുരോഹിതൻ്റെ രൂപം, ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളും ഒക്കെ ഈ പറഞ്ഞ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, അതേപോലെ പുരോഹിതൻ്റെ രൂപം, അസംബ്ലി ഹോള്, വലിയ ധാന്യപ്പുര, മഹാസ്നാനഘട്ടം, ഇതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ മോഹൻജൊദാരോയുടെ ഭാഗമാണ്. ഇനി ശവടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളും ഈ പറഞ്ഞ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റിടത്ത് എന്തായിരുന്നു? നമ്മുടെ ഹരപ്പയിലും ഈ പറഞ്ഞ പോലെ സൈന്ധവ ജനതയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ മോഹൻജൊദാരോയിലും ഈ പറഞ്ഞ ശവടക്കം, ഒരുപാട് പേരെ ഒന്നിച്ച് ശവടക്കിയിട്ട അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് മോഹൻജൊദാരോയിൽ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിൽ തന്നെ അവരുടെ നഗരത്തിൻ്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ പ്രധാന നിർമ്മാണ വസ്തു, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അവർ നല്ല ചുട്ട ഇഷ്ടിക വെച്ചിട്ടാണ് പാളം ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള നിർമ്മാണ വസ്തു എന്ന് പറയുന്നത് ഇഷ്ടികയാണ്. അത് ഓർത്തിരിക്കുക. മെയിനായിട്ടുള്ള നിർമ്മാണ വസ്തു എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടികയാണ്. ഇനി അതേപോലെ ഹാരപ്പൻ, മോഹൻജൊദാരോ, ലോത്തൽ എന്നീ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പം പല നഗരങ്ങളുടെ പേരാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഹാരപ്പൻ, മോഹൻജൊദാരോ, ലോത്തൽ, പിന്നെ അങ്ങോട്ട് ധോളവീര, അങ്ങനെ കുറച്ച് 2-3 കൂടെ നമ്മൾ പഠിക്കും. അപ്പം ഈ പറഞ്ഞ 3 മെയിനായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ നഗരങ്ങൾക്കൊക്കെ എന്താ 2 ഭാഗങ്ങളുണ്ടായിരുന്നു. നമ്മൾ നഗരത്തിൻ്റെ പ്രത്യേകതയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നഗരങ്ങൾക്കൊക്കെ 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് പടിഞ്ഞാറ് ഭാഗം അഥവാ ഉയർന്ന ഭാഗം എന്ന് പറയുന്നു, അടുത്തത് താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഉയർന്ന ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഭരണാധികാരികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അസംബ്ലി ഹോളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി താഴ്ന്ന ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ എന്താ? കീഴ്പട്ടണം എന്നും അറിയപ്പെടുന്നത്. അതായത് നമ്മൾ സാധാരണ ആളുകളുടെ വീടുകളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസസ് ഒക്കെയാണ് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം അതാണ് ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രത്യേകത. ഉയർന്ന ഭാഗമുണ്ട്, താഴ്ന്ന ഭാഗമുണ്ട്. ഉയർന്ന ഭാഗത്തിൽ വലിയ ആളുകളും അസംബ്ലി ഹോളും ഒക്കെ ഉണ്ട്. താഴ്ന്ന ഭാഗത്തിൽ സാധാ ആളുകളുടെ വീടിൻ്റെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ഈ പറഞ്ഞ ഹാരപ്പൻ നഗരത്തിൽ കോട്ട, അവർക്ക് നല്ല മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട ഉയർന്ന ഒരു ഭാഗമുണ്ട്. അതിനെ കോട്ട എന്ന് അറിയപ്പെടുന്നു. പിന്നെ അവിടുത്തെ റോഡുകൾ എന്ന് പറയുന്ന മട്ട ത്രികോണാകൃതിയിലുള്ള റോഡുകളാണ് അവർക്കുള്ളത്.
പിന്നെ അവിടുത്തെ പട്ടണങ്ങളൊക്കെ നല്ല ചതുരം ആയിട്ടുള്ള പട്ടണങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഒരു പൊതു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവർക്കും കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ അവിടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം. നമ്മുടെ ഇപ്പോഴത്തെ നാടിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ മതിയല്ലേ, എല്ലായിടത്തും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഓട പൊട്ടി വെള്ളം ഒഴുകി. പക്ഷേ ഇവരുടെ ആ ഒരു ടൈമിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം അത്രയും ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ നഗരങ്ങളും അതുപോലെ ഓരോ പട്ടണങ്ങളും അത് കണ്ടെത്തിയ വ്യക്തിയുടെ പേരും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് അതുപോലെ കാണാതെ പഠിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഇതൊക്കെ നമുക്ക് ഇപ്പം സയൻസൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടുപോകാതെ നോട്ട്സും കൂടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് എപ്പോഴും ഈ ഫോൺ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും എടുത്തു വെച്ച് കുറച്ച് നേരം ഓരോ ദിവസവും ഒന്ന് വായിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തറവാകും. അപ്പം അങ്ങനെയാണ് നമുക്കിതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. അപ്പം ഹാരപ്പ കണ്ടുപിടിച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. DR സാഹ്നി, അതായത് ദയാറാം സാഹ്നി. പിന്നെ മോഹൻജൊദാരോയും നമ്മൾ പഠിച്ചു. RD ബാനർജിയാണ് കണ്ടുപിടിച്ചത്. പിന്നെ കാലിബംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടണമുണ്ട്, അത് A ഘോഷ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. A ഘോഷ് 1953 അത് കണ്ടെത്തിയത്. പിന്നെ ലോത്തൽ, നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു കച്ചവട കേന്ദ്രം, തുറമുഖ നഗരമാണ് ലോത്തൽ എന്ന് പറയുന്നത്. SR റാവു ആണ് കണ്ടെത്തിയത്. പിന്നെ ധോളവീര RS ബിഷ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളും അവരുടെ പേരുകളും നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി അടുത്തത്, നമ്മളിപ്പം നഗരത്തെപ്പറ്റി പഠിച്ചു. ഇനി സാമ്പത്തികം, എങ്ങനെയാണ് അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ്, അവരുടെ ഉപജീവന മാർഗം. മെയിനായിട്ട് അവിടെ ട്രേഡ് ഉണ്ടായിരുന്നു, ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം കൃഷിയായിരുന്നു. ഒരു മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പും ബാർലിയുമാണ് അവർ മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത്. പിന്നെ ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഞാൻ ആദ്യമേ പറഞ്ഞു, ലോത്തൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ലോത്തൽ എപ്പോഴും അവരുടെ മെയിനായിട്ടുള്ള കച്ചവട കേന്ദ്രവും പിന്നെ തുറമുഖ നഗരവും ഒക്കെ എന്തായിരുന്നു, ഈ പറഞ്ഞ ലോത്തലായിരുന്നു. അതേപോലെ പരുത്തി കൃഷി ആദ്യമായി കൃഷി ചെയ്തത് ഹാരപ്പൻ ജനതയാണ്. പരുത്തി കൃഷി ആദ്യമായി കൃഷി ചെയ്തത് നമ്മുടെ ഇന്ത്യക്കാരാന്നുള്ളത് അറിയാലോ. അപ്പോൾ അത് ഹാരപ്പൻ ജനതയാണ്. ഇനി മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ നഗരം, ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ചാൻഹുദാരോ, മോഹൻജൊദാരോ ആയിട്ട് തിരിഞ്ഞു പോയത് ചാൻഹുദാരോയാണ് മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള നഗരം. ഇനി അടുത്തത്, അളവ് തൂക്ക് സമ്പ്രദായത്തിൽ അടിസ്ഥാനപരമായി ഇവർ ഉപയോഗിച്ചിരുന്ന സംഖ്യ 16. ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കുക. ഇനി അടുത്തത്, സുമേറിയൻ ജനത സിന്ധു നദീതട നിവാസികളെ വിളിച്ച പേര്, അതും ഒരു തവണ എന്തോ ചോദിച്ചിട്ടുണ്ട്, മെലൂഹ എന്നാണ്. മെലൂഹ ഓർത്തിരിക്കുക. ഇനി മനുഷ്യനിർമ്മിത തുറമുഖം കണ്ടെത്തിയത് ലോത്തൽ, നമ്മൾ പറഞ്ഞു ട്രേഡ് നടക്കുന്ന അവിടെയാണ് തുറമുഖം, മനുഷ്യനിർമ്മിത തുറമുഖം കണ്ടെത്തിയത് ലോത്തലാണ്. ലോത്തൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്തത് മതം. നമ്മളിപ്പോൾ സാമ്പത്തികം നോക്കി, അവരുടെ നഗരം എങ്ങനെയാണെന്നുള്ളത് നോക്കി, അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും നോക്കി, നമ്മൾ അവരുടെ റിലീജിയസ് ബിലീഫിലേക്ക് വരുമോ, മതം. അപ്പോൾ അവിടെ ശിവലിംഗ ആരാധന ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ മോഹൻജൊദാരോ പഠിച്ച സമയത്ത് പശുപതി ശിവപ്രതിഷ്ഠ, അത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ശിവലിംഗാരാധനയുടെ തെളിവ് നമുക്ക് ഹാരപ്പയിൽ നിന്നുമാണ് ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ വൃക്ഷാരാധനയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മദർ ഗോഡസ്, അതായത് സ്ത്രീ ദൈവം എന്ന് പറയുന്ന മാതൃദേവതയും പുരുഷ ദൈവം എന്ന് പറയുന്ന പശുപതിയും. അപ്പോൾ ഇത്രയൊക്കെ സങ്കല്പങ്ങളാണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട മറ്റു നഗരങ്ങൾ, അടുത്തതെന്ന് പറയുന്നത് കാലിബംഗൻ. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. A ഘോഷ് 1953 ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കാലിബംഗൻ്റെ മീനിങ് കറുത്ത വളകൾ. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, രാജസ്ഥാനിലെ ഗംഗാനഗർ ഡിസ്ട്രിക്റ്റിലാണ് കാലിബംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. A ഘോഷാണ് 1953 ഇത് കണ്ടെത്തിയത്, ഓർത്തിരിക്കുക. ഇനി ഇത് രാജസ്ഥാനിലാണല്ലോ, അപ്പോൾ അവിടെ ഡെസേർട്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഒട്ടകത്തിൻ്റെ ഫോസിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ എല്ലാ വീടുകളിലും ഓരോ അതായത് കിണറുണ്ടായിരുന്നു.
അങ്ങനത്തെ അവശിഷ്ടങ്ങൾ, പിന്നെ അതേപോലെ തീക്കുണ്ടം, ഉഴുതുമറിച്ച പാടങ്ങൾ, ഈ അവശിഷ്ടങ്ങളൊക്കെ ഈ പറഞ്ഞ കാലിബംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നുമാണ് കണ്ടെത്തിയത്. അപ്പോൾ കാലിബംഗൻ എന്ന് പറയുമ്പം നിങ്ങൾ വല്ല കാല കയറുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ കാലിബംഗൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? രാജസ്ഥാനിലെ ഗംഗാനഗർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ അവിടെ എന്താണ്? ഡെസേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഒട്ടകത്തിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തീക്കുണ്ടം, ഉഴുതുമറിച്ച പാടങ്ങൾ, അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ആ പറഞ്ഞ കാലിബംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടുപിടിച്ചത് ആരാണ്? എ ഘോഷാണ്. ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ലോത്തൽ. ലോത്തൽ നമ്മൾ കുറേ തവണ പറഞ്ഞു. അപ്പോൾ ലോത്തൽ കണ്ടെത്തിയത് ആരാണ്? SR റാവു ആണ്. SR റാവു ആണ് ലോത്തൽ കണ്ടെത്തിയത്. മനുഷ്യനിർമ്മിത തുറമുഖമാണ് എന്ത്? ലോത്തൽ. അതേപോലെ പ്രധാന ട്രേഡ് നടക്കുന്ന സ്ഥലം, കച്ചവട കേന്ദ്രമാണ് ലോത്തൽ. പിന്നെ ഇവിടെ നിന്ന് സ്ത്രീ, പുരുഷൻ എന്നിവരെ ഒന്നിച്ച് ശവം അടക്കിയ തെളിവ് ലഭിച്ചിട്ടുണ്ട്. സ്ത്രീനെയും പുരുഷനെയും ഒന്നിച്ച് അടക്കിയിട്ടുള്ള തെളിവും ഈ പറഞ്ഞ ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ധോളവീര. അടുത്തൊരു നഗരമാട്ടോ. ധോളവീര എന്ന് പറയുന്നത് RS ബിഷ്ടാണ് കണ്ടെത്തിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടെത്തിയ നഗരമാണ് എന്ത്? ഈ ധോളവീര എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് കണ്ടെത്തിയ നഗരമാണ് എന്ത്? ഈ ഒരു ധോളവീര എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങളും ഈ പറഞ്ഞ ധോളവീര പട്ടണത്തിലാണ് കാണപ്പെടുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് കണ്ടെത്തിയതാണെന്ന് ഓർത്തിരിക്കുക. ആരാ കണ്ടുപിടിച്ചതെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹാരപ്പയെ പറ്റിയിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം, അവർ ആരാധിച്ച മൃഗം കാളയായിരുന്നു. പിന്നെ അവർക്ക് പരിചയമില്ലാത്ത മൃഗം കുതിര. പിന്നെ അവർ ഇണക്കി ഫസ്റ്റ് വളർത്തിയിട്ടുള്ള മൃഗം പട്ടി. ആരാധിച്ചിരുന്ന പുരുഷ ദൈവം പശുപതി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ത്രീ ദൈവവും നമ്മൾ മാതൃദേവത പറഞ്ഞു. പിന്നെ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്ത തെളിവും എവിടെ ലഭിച്ചിട്ടുണ്ട്? രൂപാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ ഹരപ്പൻ കൾച്ചറിനോട് ബന്ധപ്പെട്ട് തന്നെ മനുഷ്യൻ്റെ കൂടെ നായേനെയും അടക്കം ചെയ്തിട്ടുള്ള തെളിവ് രൂപാർ എന്ന സ്ഥലത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. ദെൻ ബൻവാലി എന്ന സിന്ധു നദീതട പ്രദേശം ഇന്ന് എവിടെയാണ്? അതും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഹരിയാനയിലാണ് ബൻവാലി. ഹരിയാനയിലാണ് ബൻവാലി. ഓർത്തിരിക്കുക. അപ്പം അതത്ര ഓർത്തിരിക്കുക. ഇനി സിറ്റാഡൽ ഇല്ലാത്ത സൈന്ധവ നഗരം ചാൻഹുദാരോ. ഇതൊക്കെ അങ്ങനെ പഠിക്കുക. സിറ്റാഡൽ ഇല്ലാത്ത സൈന്ധവ നഗരം ചാൻഹുദാരോ. ചാൻഹുദാരോ തന്നെ ഇതിനു മുമ്പ് എന്തിനാണ് നമ്മൾ പഠിച്ചത്? അതായത് പ്രധാന മുത്ത് നിർമ്മാണ കേന്ദ്രവും കൂടിയാണ് എന്ത്? ഈ ചാൻഹുദാരോ. മോഹൻജദാരോ ആയിട്ട് മാറിപ്പോലെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നായിരുന്നു. അപ്പം ചാൻഹുദാരോ ഓർത്തിരിക്കുക. ദെൻ സിന്ധു നദി നിവാസികൾക്ക് പരിചയമില്ലാത്ത ലോഹം. അവരുടെ കാലത്ത് എന്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? നമ്മൾ തുടക്കത്തിലേ പഠിച്ചു. വെങ്കല യുഗമായിരുന്നു. അവർക്ക് വെങ്കലം മാത്രമേ അറിയത്തുള്ളൂ. ഇരുമ്പുമായിട്ട് അവർക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത ലോഹമാണ് ഇരുമ്പ്. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി പഠിച്ചു. അതായത് ഈ ഒരു സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി പഠിച്ചു. പിന്നെ അവരുടെ എന്തൊക്കെ നോക്കി, ഓരോ നഗരങ്ങൾ ആരൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് നോക്കി. അതേപോലെ തന്നെ അവരുടെ ആ ഒരു നഗരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അവരുടെ ട്രേഡും കാര്യങ്ങളും അവരുടെ മെയിനായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കി. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ നോക്കി നമ്മൾ? മെയിനായിട്ട് പിന്നെ ഓരോ നഗരങ്ങളെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അവരുടെ റിലീജിയസ് ബിലീഫും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഡിക്ലൈൻ, എങ്ങനെയാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായത്, ഇല്ല അതിൻ്റെ തകർച്ച. അപ്പം മെയിനായിട്ട് പറയുന്നത് എന്താ? പ്രളയമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. ആര്? RL റേക്കസ് ആണ് വന്നിട്ട് പറയുന്നത് പ്രളയമാണ് കാരണം എന്ന്. പിന്നെ അതിന് പല പല ഫാക്ട്സുകൾ പറയുന്നുണ്ട്. അപ്പം ആര്യന്മാരുടെ ആക്രമണമാണ് കാരണമെന്ന് മോർട്ടിമർ പറഞ്ഞു. ആര്യന്മാരുടെ ആക്രമണം കൊണ്ടിട്ടാണ് ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായതെന്ന് മോർട്ടിമർ പറയുന്നു. പിന്നെ വേറെ കുറേ ആളുകൾ പറയുന്നു കൃഷിനാശം കൊണ്ടിട്ട്, പിന്നെ വരൾച്ച, അങ്ങനെ പല പ്രളയം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ഹരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായതെന്ന് പല രീതിയിൽ പല ആളുകൾ പറഞ്ഞിട്ടുള്ള വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് നമ്മുടെ LP UPയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിനെ പറ്റി പഠിച്ചിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി തന്നെ അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. അതേപോലെ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.